ഇന്ത്യയുമായുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കുന്ന സൂചനകൾ ഡൊണാൾഡ് ട്രംപ് നൽകി. ഇന്ത്യയുമായുള്ള തീരുവ തർക്കത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയയുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കൂടി ഇന്ന് പുറത്തുവന്നു. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്നും മോദി അടുത്ത സുഹൃത്താണെന്നും ട്രംപ് വീണ്ടും പറയുകയാണ്. അതിന് വളരെ പോസിറ്റീവായുള്ള പ്രതികരണം മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മോദി പറഞ്ഞത് ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നുള്ളതാണ്. അഭിലാഷ്, കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് അടുത്ത് വരികയാണെന്ന് മനസ്സിലാക്കണം അല്ലേ? കാര്യം ഈ പറഞ്ഞതുപോലെ മോദി ട്രംപ് അയയുന്നു, മോദി അനുരഞ്ജനത്തിൻ്റെ പാത തേടുകയും ചെയ്യുന്നു. ചിലപ്പോൾ ശുഭസൂചകമായ കാര്യങ്ങൾ കേൾക്കാം വരും ദിവസങ്ങളിൽ. അതെ രഞ്ജിത്ത്, ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ വിഷയത്തിൽ താരിഫ്, ഇപ്പോൾ അധിക താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു മാറ്റം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഉണ്ടായി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇന്ത്യ, ചൈന, റഷ്യ കൂടിച്ചേർന്ന് അവർ മൂന്നുപേരും കണ്ടിട്ടുള്ള അവരുടെ മീറ്റിംഗ്, അതുപോലെ ബ്രിക്സിൻ്റെ ഇപ്പം ഇന്ത്യക്കെതിരായിട്ട് ഒരു താരിഫ് എടുത്തത്, ഇന്ത്യക്കെതിരെ അധിക താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം ബ്രിക്സിൻ്റെ ഒരു മീറ്റിംഗ്, അവരുടെ തീരുമാനങ്ങൾ, ഇതെല്ലാം ട്രംപിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം മോദിയും ഷീ ജിൻപിങ്ങും ചേർന്ന് മീറ്റിങ്ങിന് ശേഷമാണ് ഇത്തരത്തിൽ ട്രംപിൻ്റെ ശരീരഭാഷയിൽ ഒരു മാറ്റം നമ്മൾ കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ ഇന്ന് ഏറ്റവും പുതിയതായി ട്രംപ് പറയുന്നത് മോദി ഏറ്റവും നല്ല സുഹൃത്താണ്, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരും ദിവസങ്ങളിൽ എത്രയും വേഗം നടത്തുമെന്നാണ്, എത്രയും വേഗം നടത്താൻ തന്നെയാണ് തീരുമാനം എന്നുള്ള തരത്തിൽ ട്രംപ് ഇന്നൊരു പ്രഖ്യാപനം നടത്തി. അതിന് പിന്നാലെ നരേന്ദ്രമോദി അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും വലിയ സുഹൃത്തുക്കളാണ്, വലിയ രീതിയിലുള്ള ബന്ധമുള്ളതാണ്, ആ ബന്ധം നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാനും കൂടുതൽ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതുപോലെ ട്രംപിനെ നേരിട്ട് കാണാനും ട്രംപുമായി സംസാരിക്കാനും എത്രയും വേഗം നടക്കും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് എന്നുള്ള തരത്തിൽ നരേന്ദ്രമോദി അതിന് പ്രതികരിക്കുന്നു. ആ നരേന്ദ്രമോദിയുടെ പ്രതികരണത്തെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അതേപോലെ പങ്കുവെക്കുന്നു. ഇത്തരത്തിൽ ഒരു മഞ്ഞുരുകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ വരുന്ന പ്രതികരണങ്ങളിൽ. ഇതിന് നയിച്ചത് എന്തായാലും ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തിയ താരിഫിൽ ഇന്ത്യ കുലുങ്ങാതെ മറ്റ് വിപണികൾ തിരഞ്ഞു പോയത് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ഇത്തരത്തിലൊരു നയം ഒന്ന് തണുപ്പിക്കാൻ കാരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും അഭിലാഷ്, അതാണ് വ്യക്തത വരുത്തേണ്ട. കാരണം നമുക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മളെ സൃഷ്ടിക്കുന്ന ഒരു വിഷയത്തിലേക്ക് അമേരിക്ക കടന്നിട്ടും നയതന്ത്രത്തിൻ്റെ മാർഗം നമ്മൾ കണ്ടു. ഒപ്പം കാര്യമായി ട്രംപിനെയോ അമേരിക്കയോ വിമർശിക്കാതെയുള്ള രീതിയിലേക്ക് ഇന്ത്യൻ ഭരണകൂടം പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി. മറ്റു വാർത്തയിലേക്ക്